നമസ്കാരം ചങ്ങായിമാരെ, ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ ഗപ്പികളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാനിലില്ലാത്തൊരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓൾറെഡി നമ്മളെ സ്റ്റോറേജ് ടാങ്ക് അവിടെയുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അക്വ പോയിൻറ്റിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഗപ്പികൾ ഒരു ബ്രൂഡ് സ്റ്റോക്കൊക്കെ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീടിനോട് ചേർന്നിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു നമ്മളെ പൗൾട്രിയുടെ ഏരിയയുടെ അടുത്തായിട്ട്. അപ്പോൾ അതൊന്ന് യൂട്ടിലൈസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രെയിമൊക്കെ അടിച്ച്, ഇത് നമ്മൾ അളവും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ കാത്തു കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അളവും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളെ വീടിനോട് ചേർന്നിട്ട് നമ്മളെ പൗൾട്രിയുടെ ഇടയിലായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പേസ് അങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ സ്പേസ് ഇപ്പോൾ നമുക്ക് സ്പേസിൻ്റെ ഒരു പരിമിതി ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് ഇത് സെറ്റ് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ട്രെയിലാണ് നമ്മളിത് പറഞ്ഞ പോലെ. ഓൾറെഡി നമ്മളിവിടെ പൗൾട്രിയുടെ ഫെൻസിങ് ഉണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാം നമ്മൾ പൗൾട്രിയുടെ കൂടാണ് ആ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബാക്കി ഫ്രെയിമാണ്. ഇത് ബാക്കി നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഗ്രീൻ നെറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം 90% ഷെയ്ഡിങ് കവറേജ് ഉള്ള ഗ്രീൻ നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് ആൽഗയുടെ ശല്യ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് മുൻപത്തെ നമ്മളെ പഴയ വീഡിയോസിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ ഇറക്കിയ ഫ്രിഡ്ജ് ബോക്സുകളാണ്. പുതിയത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇത് മൊത്തം നമുക്ക് നടക്കാനുണ്ട്. നമ്മളെ കാത്തുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഉള്ളിൽ കയറിയിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ടാങ്ക് മാത്രമല്ല, ഒക്കെ പലതും നാശമായിരിക്കുന്ന പുതിയ ടാങ്കുകൾ നമ്മൾ തപ്പി നോക്കിയിട്ട് നമുക്ക് കിട്ടണില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ആവാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗ്യാപ്പ് ഫിൽ ആവാനുണ്ട്, അവിടെ ഗ്യാപ്പ് ഫിൽ ആവാനുണ്ട്. അതൊക്കെ ലീക്കേജ് ഉള്ള ഗപ്പി ടാങ്കുകളാണ്. അപ്പോൾ അടിയിൽ നമ്മൾ തൽക്കാലം നമ്മൾ ഗാർഡൻ്റെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. നമ്മളെ പഴച്ചെടികളുടെ തോട്ടത്തിലൊക്കെ നമ്മൾ നിലത്ത് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഗപ്പിയുടെ ഒരു ഏരിയ. ഗപ്പി എന്നല്ല, ജസ്റ്റ് നമ്മളൊരു ബ്രീഡിങ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയയുടെ ഒരു സ്പേസിൻ്റെ വിശേഷങ്ങൾ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. മാക്സിമം നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിലും ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പ്ലാനിലില്ലാതെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് എടുത്ത് പറയാനിപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം കുറച്ചൊക്കെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഈ ഫിഷസിൻ്റെ ഏരിയ ഒക്കെ ഹാൻഡിൽ ചെയ്യണത് അനിയനാണ്. അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം ഏതാണ് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. കണ്ടില്ലേ, ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ലീക്കേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റണം. അതേപോലെ തന്നെ ഇതൊക്കെ ഫുള്ള് ലീക്കേജാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇനി ഗപ്പി ടാങ്കുകൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. കണ്ടില്ല, ഇത്ര സ്പേസ് ഇനി യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഗപ്പി ടാങ്കുകൾ ഇപ്പോൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാം പഴയതായിരിക്കണം. നോക്കിയേ, ഇതിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ സോഡ് വെറൈറ്റികൾ അതേപോലെ തന്നെ പ്ലാറ്റി വെറൈറ്റികൾ. ഇപ്പോൾ നമ്മൾ നിലവിലെ അക്വേറിയങ്ങൾ കണ്ട എല്ലാത്തിൻ്റെയും ബ്രീഡ് സ്റ്റോക്ക് ഇതിലുണ്ട് കേട്ടോ. വലിയ ടാങ്കുകളില്ല, എല്ലാം ഇതിലാവും ബ്രീഡായി കിടക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോളായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയുടെ വിശേഷങ്ങൾ. ബാക്കി 1 ആയിട്ട് ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ കാത്തു ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോയിട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫിഷസ് ആയതുകൊണ്ട് ഗ്യാപ്പും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. കാട്ടിയും കൂടുതൽ ഇവിടുത്തെ ഫിഷിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരെന്നെ പറഞ്ഞുതരും എന്താണ് സംഭവം, ഏതാണെന്നൊക്കെ ഉള്ളത്. എന്താ തുടങ്ങിയ പ്ലാറ്റിനം ബിഗ് ഇയർ അല്ലേ, സാധനം ബ്രീഡായിട്ടൊക്കെ ഉണ്ട്. ഇത് ഇനി ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഒരു ട്രെയിൽ സെറ്റപ്പാണ്. സാന്റാക്ലോസ് ഓക്കെ, നല്ല ഇതാണ്. ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പാരൻസ് തിന്നും. നമ്മൾ മാറ്റണം. നമുക്കിപ്പോൾ ട്രെയിൽ ആയതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലൈ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണിത്. ഓക്കെ, ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഫുൾ ബ്ലാക്ക് ഗപ്പി, യെല്ലോ ടക്സിഡോ പ്ലാറ്റിയ തോന്നുന്നു അല്ലേ. നമ്മളിപ്പോ എത്ര വെറൈറ്റികൾ? 5 വെറൈറ്റി ഉള്ളു ഗപ്പി. ഓക്കെ, സോറി കേട്ടോ, ഞാൻ മുൻപ് 8 വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗപ്പി 5 വെറൈറ്റി ഉള്ളു ഇപ്പൊ നിലവില്. പിന്നെ ബാക്കിയൊക്കെ പ്ലാറ്റീസ് ആണ് അല്ലേ. ടോപ്പ് റെഡ് പ്ലാറ്റി. ഇതൊക്കെ നമ്മളെ മെയിൻ നമ്മളാ കൊരുതി എടുക്കണ വെറൈറ്റി തന്നെ അല്ലേ. ആ, സൺസെറ്റ് പ്ലാറ്റി. ഇതിലേതാ? ഇത് ഗ്രീൻ ടെക്സ്ചർ തോന്നുന്നു അല്ലേ.
ഇതിന് മിക്കി മൗസ് പ്ലേറ്റ്. മിക്കി മൗസ് പ്ലേറ്റ് ആണ് ഇതില്. ഇത് മിക്സഡ് പ്ലേറ്റ്. മിക്സഡ് പ്ലേറ്റ്. ഗ്രീൻ ടെക്സ്ഡോന്റെ സോട്ടയിൽ. പൈനാപ്പിൾ സോട്ടയില്. ഓക്കെ, സാധാ സോട്ടയില്. ഇനി നമുക്ക് ഇവിടൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത്രയും വെറൈറ്റികൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം നിങ്ങൾ അക്വേറിയത്തിൽ കണ്ട എല്ലാ വെറൈറ്റി ഗപ്പീസും പ്ലാറ്റീസും സോട്ടയിലൊക്കെ നമ്മളൊരു ബ്രീഡിംഗ് സ്റ്റോക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതൊക്കെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ എടുക്കണം. പക്ഷേ കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അറിയാം, കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ കഴിക്കും. പക്ഷെ നമുക്ക് ഇതൊരു ട്രെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കണ്ടില്ലേ, ഇതിലൊക്കെ ഈ മുകളിലൊക്കെ കണ്ടില്ല, ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. എല്ലാത്തിലും കുഞ്ഞുങ്ങളായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞത് ആ ബ്രീഡിംഗ് നെറ്റൊക്കെ വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റണം. പക്ഷെ അതിനുള്ളൊരു സെറ്റപ്പ് ഇല്ല. പതിയെ നമ്മളെല്ലാ സെറ്റപ്പുകളും ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഷാദിലെ? യെസ് അതമ്മേ ആണ്, അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗപ്പി ടാങ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ പുതിയ ആ ഒരു ഗപ്പിയുടെ ആ ഒരു ഏരിയയുടെ സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ.